നമ്മളെല്ലാവരും തന്നെ പാൻ കാർഡ് എടുത്തിട്ടുണ്ട്. എന്താണ് ഈ പാൻ കാർഡിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും വ്യക്തമായിട്ടുള്ള ധാരണ പോലുമില്ല. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് പാൻ കാർഡ്, പാൻ കാർഡിൻ്റെ ഉപയോഗം എന്ത്, ആരാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് തുടങ്ങിയ വിവരങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാ ആൾക്കാരുടെ കയ്യിലും പാൻ കാർഡ് ഉണ്ട്. എന്നാൽ കൃത്യമായിട്ടുള്ള ഉപയോഗം എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ധാരണയില്ല. എന്നാൽ പാൻ കാർഡ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെയും ട്രാക്ക് ചെയ്യാനുള്ള യൂണിക് ആയിട്ടുള്ള കോഡ് ഈ പാൻ കാർഡിൻ്റെ മുകളിലുണ്ട്. അതായത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നു. അതായത് ഞാൻ SBIയിൽ ഒരു ബാങ്ക് അക്കൗണ്ട്, ഫെഡറൽ ബാങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട്, അതേപോലെ തന്നെ ഒരു ആക്സിസ് ബാങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് സങ്കല്പിക്കുക. എന്നാൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകളിൽ മാറ്റം വരുന്നുണ്ടെങ്കിലും എന്നാൽ ഇവിടെ പാൻ കാർഡിൽ മാറ്റം വരുന്നില്ല. കാരണം എല്ലാ സ്ഥലത്തും നമ്മൾ പാൻ കാർഡ് കൊടുത്തിട്ടുണ്ട്. അതായത് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്നതാണ് പാൻ കാർഡിൻ്റെ ഫുൾ ഫോം, അല്ലെങ്കിൽ പാനിൻ്റെ ഫുൾ ഫോം വരുന്നത്. അതായത് ഇത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഓരോ വ്യക്തികൾക്കും. അതായത് ഓരോ വ്യക്തികൾക്കും യൂണിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കൊടുത്തിട്ടുള്ളത്. എന്തിനാണിത്? അതായത് ഓരോ വ്യക്തികളുടെയും ഫിനാൻഷ്യൽ ആക്ടിവിറ്റി കൃത്യമായി ട്രാക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഏതൊക്കെ രീതിയിൽ അവർ ധനം സമ്പാദിക്കുന്നു, അത് ലീഗലാണോ ഇല്ലീഗലാണോ, ഇനി ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ ഇവർ ഇൻകം എങ്ങനെ സമ്പാദിക്കുന്നുണ്ടോ അതിന് അനുസരിച്ച് ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് കേന്ദ്ര സർക്കാരിലോട്ട് ടാക്സ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. എന്തിന്? അത് രാജ്യനിർമ്മാണ പുരോഗതിക്ക്. അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലീഗൽ ട്രാൻസാക്ഷൻസും മറ്റും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഇൻകം ടാക്സിന് ട്രാക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ലീഗലായിട്ടുള്ള വശങ്ങളിലൂടെ മാത്രമാണ് ധനം സമ്പാദിക്കാൻ നമ്മളെ അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സോഴ്സ് വഴിയാണ് ഇവർ ധനം സമ്പാദിക്കുന്നത് എന്നത് കൃത്യമായി അറിയേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയേണ്ടത് അത്യാവശ്യമാണ്. ഓരോ വ്യക്തികളുടെയും മുന്നിൽ വന്നുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഇൻകം സമ്പാദിക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ ഇൻകം ടാക്സിന് കഴിയില്ല. അതുകൊണ്ട് ഒറ്റ ഒരു യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് മുഖേന ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരുടെയും ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഇവർ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സ് വഴിയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുന്നത്? ബാങ്ക് മുഖേന, സബ് രജിസ്റ്റർ ഓഫീസുകൾ മുഖേന, അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മുഖേന. ബാങ്ക് മുഖേന എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, അതേപോലെ നമ്മളൊരു FD, RD, ക്രെഡിറ്റ് കാർഡുകൾ ഒക്കെ എടുക്കുന്ന സമയത്തെല്ലാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇൻകം ടാക്സുമായിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പാൻ കാർഡ് നിർബന്ധമാണ്. നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തു, എത്ര രൂപ റിട്ടേൺ കിട്ടി, എത്ര രൂപ ഏതൊക്കെ സോഴ്സ് വഴി വന്നു, എങ്ങോട്ടൊക്കെ ചെലവഴിച്ചു എന്നത് ബാങ്ക് ഇവർക്ക് കൃത്യമായി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മുഖേന ഏതൊക്കെ സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചു, അതേപോലെ തന്നെ എത്ര രൂപ പ്രോഫിറ്റാണ്, എത്ര രൂപ ലോസ് വന്നു, ഇവയെല്ലാം തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 30 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട ഡാറ്റകളും ആ ട്രാൻസാക്ഷൻസും കംപ്ലീറ്റും സബ് രജിസ്റ്റർ ഓഫീസുകൾ മുഖേന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കൃത്യമായി നമ്മുടെ എല്ലാവരുടെയും ഡാറ്റ, ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുന്നത്. അപ്പോൾ പാൻ കാർഡുമായി ഇത് കണക്റ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മുടെ ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഈ പാൻ കാർഡ് എടുക്കേണ്ടത്? ഇന്നത്തെ കാലത്തെ ബേസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ പോലും പാൻ കാർഡ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും പാൻ കാർഡ് എടുക്കേണ്ടത് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അവരും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു ഇൻഡിവിജ്വൽ പീപ്പിളും അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനുമാണ് അവരുടെ വരുമാനം നിശ്ചിത എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ അവരൊക്കെയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത്. എന്തിനാണ് ടാക്സ് ഫയൽ ചെയ്യുന്നത്? രാജ്യ നിർമ്മാണ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ടാക്സ് ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ പീപ്പിൾസും അതേപോലെ തന്നെ ബിസിനസ് ഇതുമാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്കെല്ലാം പാൻ കാർഡ് മസ്റ്റാണ്. ഇനി ഒരു പാൻ കാർഡ് എടുക്കണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടത്? പ്രധാനമായിട്ടും ആധാർ കാർഡാണ് വേണ്ടത്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പാൻ കാർഡ് എടുക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ അറിവ് വളരെ ഉപകാരമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.